എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ 2024 നമ്മുടെ PSC നടത്തിയ ടെക്നിക്കൽ എക്സാം അടക്കം എല്ലാ എക്സാമുകളിലെയും നമ്മൾ ഇംഗ്ലീഷിലെയും മലയാളവുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ ചർച്ച ചെയ്ത് നന്നായി പഠിച്ച് റിവിഷൻ ചെയ്ത് മാറ്റിയിട്ട് പോകുന്നത്. അപ്പൊ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്? നമ്മൾ ഇന്ന് 33ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2024. ഓക്കെ ആണോ? മുൻപ് തന്നിട്ടുള്ള ആന്റോണിയംസും സിനോണിയംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫ്രേസൽ വെർബ്, ഗ്രാമർ റൂളുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് അത് റിവിഷൻ ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി വെക്കല്ലേ, റിവിഷൻ ചെയ്തിട്ട് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 101/2024 കേട്ടോ. 101/2024 എക്സാം ആണ്. അതായത് ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കേട്ടോ. ഈ ഫാക്ടറീസിലും ബോയിലേഴ്സിലൊക്കെ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിന്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹി ഡ്രൈവ്സ് ദ കാർ വെരി. അപ്പൊ ഇവിടെ ഹി ഡ്രൈവ്സ് അല്ലേ, അവൻ എന്താണ്, കാർ ഡ്രൈവ് ചെയ്യാറുണ്ട് അല്ലേ. എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുക? റാപ്പിഡ് ആയിട്ടാണോ, ക്വിക്ക് ആയിട്ടാണോ, ഫാസ്റ്റ്ലി ആയിട്ടാണോ, ഫാസ്റ്റ് ആയിട്ടാണോ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഫാസ്റ്റ്ലി എന്നൊരു വാക്ക് യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ പെട്ടെന്ന് നമ്മൾ ആൻസറിലേക്ക് എത്തും ഫാസ്റ്റ്ലി എന്ന്. ഒരിക്കലും ഫാസ്റ്റ്ലി പറഞ്ഞിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഏത് ചെയ്യണം? ഫാസ്റ്റ് എന്ന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഹി ഡ്രൈവ്സ് ദ കാർ വെരി ഫാസ്റ്റ്. ഓക്കെ, വെരി ഫാസ്റ്റ്. അടുത്തത്, they shifted all their dash in a single day. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? they shift അല്ലേ, അവർ ഷിഫ്റ്റ് ചെയ്തു. all their, അവരുടെ എല്ലാ എന്താണ്, ഫർണിച്ചർ ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്കിപ്പോ ഫർണിച്ചേഴ്സ് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫർണിച്ചർ അല്ല അല്ലെ, ഓൾ ദെയർ ഫർണിച്ചർ എന്ന് പറയാം. ഓൾ ആണ്. അപ്പൊ നിറയെ ഇവിടെ ഫർണിച്ചർ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഓൾ ആണ് അല്ലെ. അപ്പൊ നിറയെ ഫർണിച്ചർ ഉണ്ട്, അപ്പൊ അതൊരു പ്ലൂരൽ ആണ്. അപ്പൊ നമുക്ക് വേഗം ഫർണിച്ചേഴ്സ് എന്നതിലേക്ക് എത്താം എന്ന് വിചാരിക്കും. പക്ഷെ ഇത് തെറ്റാണ്. ഒരിക്കലും ഫർണിച്ചർ എന്നുള്ളത്, ഈ ഫർണിച്ചർ എന്നുള്ളതിനെ ഒരിക്കലും പ്ലൂറൽ ഫോം ആക്കാൻ വേണ്ടിയിട്ട് എസ് ചേർക്കരുത്. ഫർണിച്ചർ എന്ന് പറയുന്നത് തന്നെ എന്താണ്, പ്ലൂറൽ ഫോം ആണ്. അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ 52ാമത്തെ ബി ആണ് കേട്ടോ. ഫർണിച്ചർ എന്ന് മാത്രം മതി കേട്ടോ, ഒരിക്കലും എസ് എന്ന് ചേർക്കരുത്. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗ്. പ്ലീസ് പാസ് ദ റൈസ്. പ്ലീസ് ആണ് അല്ലേ, ഒരു റിക്വസ്റ്റ് ആണ് അല്ലേ, ഒരു അപേക്ഷയാണ് അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു നിർബന്ധമാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല അല്ലേ. അപ്പൊ ഇവിടെ ഷുഡ് മാറ്റി. ഇവിടെ ഒരു കഴിഞ്ഞ കാര്യമാണോ പറഞ്ഞിരിക്കുന്നത്? ഡിഡ് ഫോം യൂസ് ചെയ്യാൻ? അല്ല അല്ലേ. അപ്പൊ ഇവിടെ മേ യു ആണോ വിൽ യു ആണോ ചോദിക്കുക? പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുമ്പോൾ അതിന്റെ ടാഗ് എങ്ങനെയായിരിക്കണം? വിൽ യു ആയിരിക്കണം. എന്താണ്? വിൽ യു. പ്ലീസ് പാസ് ദ റൈസ് അല്ലേ. പ്ലീസ് പാസ് ദ റൈസ് എങ്ങനെയാണ്? വിൽ യു. വിൽ യു, വിൽ യു പ്ലീസ് പാസ് റൈസ്. ഓക്കെ. അടുത്തത്, ദ വേർഡ് ദാറ്റ് ഈസ് കറക്റ്റ്ലി സ്പെല്ഡ്. താഴെ ബ്ലാസ്ഫമസ് എന്നതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഏതാണ് ബ്ലാസ്ഫമസ്? മക്കളെ 54ാമത്തെ ബി ആണ് കേട്ടോ. ഫെമസ് എന്ന് വരുമ്പോ PHE ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. PHE ആണ് വരേണ്ടത് കേട്ടോ. ബ്ലാസ് ഫെമസ് അല്ലെ, ബ്ലാസ് ഫെമസ് ശ്രദ്ധിക്കണേ. എഫ് ഒന്നും കൊടുക്കരുത് കേട്ടോ. ബ്ലാസ് ഫെമസ്. അടുത്തത്, മൈ ഫ്രണ്ട് ആൻഡ് മൈ ബ്രദർ ഡാഷ് സ്റ്റഡിയിങ് ഇൻ മൈ കോളേജ്. അപ്പൊ ഇവിടെ ഏത് വരും? ഏതാണ്? എ ആണ് അല്ലേ. ആറാണ് ഇവിടെ ആൻസർ വരിക അല്ലേ. ഇനി ഇവിടെ എന്താണ്? മൈ അല്ലേ, സെൻട്രല് ആൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോ മൈ എന്ന് തന്നിട്ട് സബ്ജക്റ്റ്, പിന്നെ ആൻഡ് തന്നിട്ട് വീണ്ടും മൈ ആവർത്തിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? അത് പ്ലൂറൽ ഫോം ആയിരിക്കും. രണ്ട് വ്യക്തികളെയാണ് ഇവിടെ എടുത്തു പറയുന്നത് അല്ലെ. മൈ ഫ്രണ്ടും ഉണ്ട്, അതുപോലെ മൈ ബ്രദറും ഉണ്ട് അല്ലെ. എന്റെ ഫ്രണ്ടും ഉണ്ട്, എന്റെ സഹോദരനും ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്? രണ്ടാളും പഠിക്കുന്നത് എവിടെയാണ്? എന്റെ കോളേജിലാണ്. അപ്പൊ രണ്ട് വ്യക്തികൾ വന്നതുകൊണ്ട് ഇവിടെ ഏത് വരും? 55ാമത്തെ എ ആണ്, ആറാണ്. എങ്കിൽ മൈ ഫ്രണ്ട് ആൻഡ് ഇവിടെ മൈ ഇല്ല എന്ന് വെക്കുക. മൈ ഇല്ല, മൈ ഫ്രണ്ട് ആൻഡ് ബ്രദർ അങ്ങനെയാണെങ്കിലോ ഈസ് വരണം കേട്ടോ.
അടുത്തത് നെക്സ്റ്റ് വീക്ക് ബി ഡാഷ് അവർ എക്സാമിനേഷൻ. അടുത്ത ആഴ്ച ഞങ്ങൾക്ക് അല്ലേ എന്താണ്, അടുത്ത ആഴ്ചയിലാണ് വരാൻ പോകുന്ന കാര്യം, ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. ഈ വേറൊക്കെ എന്താ പാസ്റ്റിലെ കാര്യങ്ങളല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് വെട്ടിക്കൂടെ? അപ്പൊ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ. ഏതാണ് നെക്സ്റ്റ് വീക്ക്? വി ഏത് വരും? വി ആർ ഹാവിങ് അവർ എക്സാമിനേഷൻ. നെക്സ്റ്റ് വീക്ക് വി ആർ ഹാവിങ് അവർ എക്സാമിനേഷൻ. അടുത്തത് a suitable antonym for the word obnoxious is. obnoxiousന്റെ ആന്റോണിയം ഓപ്പോസിറ്റ് ആണ്. ഒബ്നോഷ്യസിന്റെ മീനിങ് ഈ മ്ലേച്ഛമായ അല്ലെങ്കിൽ അസഹനീയമായ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഭയങ്കര നമ്മൾ പറയാലോ അസഹനീയമായ വേദനയാണ്, അല്ലെങ്കിൽ എന്തൊരു സ്മെല്ലാണ്, അസഹനീയമാണ് അല്ലേ അതിന്റെ സ്മെല്ല് എന്ന് പറയുമ്പോൾ മ്ലേച്ഛം, വളരെ മോശം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഒബ്നോഷ്യസിന്റെ. അപ്പൊ എന്ത് വരും ഇവിടെ? ബി ആണ്. പ്ലസന്റ് അല്ലെ, നല്ല കാര്യം അല്ലെ. പ്ലസന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല കാര്യം അല്ലെ, പ്ലസന്റ് ആയിട്ടുള്ളത് അല്ലെ, പ്ലസന്റ്. അടുത്തത് ഷീ ഡിവൈഡഡ് ദ മണി. അവൾ എന്ത് ചെയ്തു? പൈസ ഡിവൈഡഡ് ചെയ്തു. അങ്ങനെയാണ് 2 children അല്ലെ, 2 childrensന്. എങ്ങനെ? അപ്പൊ അവിടെ ഏത് വരും? എ ആണ് അല്ലെ, ബെറ്റ്വീൻ ആണ് അല്ലെ. രണ്ടാപേരെ എടുത്തു പറയുന്നുണ്ട് അല്ലെ. രണ്ടുപേരെ എടുത്തു പറയുമ്പോൾ അവിടെ എന്താണ് കൊടുക്കേണ്ടത്? ബെറ്റ്വീൻ അല്ലെ, അവരുടെ ഇടയിൽ. ബെറ്റ്വീൻ, ഇടയിൽ. കണ്ടോ? ഷീ ഡിവൈഡഡ് ദ മണി. അവൾ എന്ത് ചെയ്തു? പൈസ ഡിവൈഡ് ചെയ്തു 2 കുട്ടികളുടെ ഇടയിൽ, 2 കുട്ടികൾക്കായിട്ട് അല്ലെ, 2 കുട്ടികൾക്കായിട്ട് അല്ലെ. അടുത്തത് വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പാസീവ് ഫോം ഓഫ് ദി സെന്റൻസസ്. ഇതിന്റെ പാസീവ് ഫോം ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നോബഡി ഇൻവൈറ്റഡ് മീ. നോബഡി ഇൻവൈറ്റഡ് മീ. എന്നെ ആരും എന്ത് ചെയ്തില്ല? ഇൻവൈറ്റഡ് ചെയ്തില്ല. നോബഡി എന്താണ്? ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ, നെഗറ്റീവ് സെന്റൻസ് ആണ്. ഏതാണ് ആൻസർ വരിക? ഡി ആണ് ആൻസർ വരിക. മക്കളെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ പോയിന്റ്, നമ്മൾ ഈ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ നോബഡി, നോ വൺ, നത്തിങ് ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് വാക്കാണ് അല്ലേ. അതൊക്കെ എന്താണ്? നെഗറ്റീവ് വാക്കാണ്. അപ്പോ അതേ നെഗറ്റീവ് ഫോമിൽ തന്നെ പാസീവിലേക്ക് എഴുതാൻ പാടില്ല. അതായത് ഈ നോബഡി എന്നുള്ളത് നെഗറ്റീവ് വേർഡ് അല്ലേ. നോ, ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ലേ നോബഡി വരുന്നത്. അപ്പോ ഈ നോബഡി തന്നെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പാടില്ല കേട്ടോ. അപ്പൊ കണ്ടോ, നോബഡി വരുന്നതൊക്കെ അങ്ങോട്ട് മാറ്റണം. അതായത് ഇല്ല എന്ന അർത്ഥത്തിൽ നോട്ട് ഫോമിലേക്കായിരിക്കണം അത് മാറ്റേണ്ടത്. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നോബഡി, നത്തിങ്, നോ വണ് ഇതൊക്കെ വരുന്ന സമയത്ത് അതേ സെന്റൻസ് തന്നെ പാസീവില് ആവർത്തിക്കാൻ പാടില്ല. അതിന് പകരം നോട്ട് ഫോം യൂസ് ചെയ്തിട്ട് വേണം, നോട്ട് യൂസ് ചെയ്തിട്ട് വേണം സെന്റൻസ് പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നോക്കാം, മീ അല്ലെ, മീ പോയിട്ട് എന്താവും? ഐ ആവും അല്ലെ. ഐ വാസ് നോട്ട് ഇൻവൈറ്റഡ് ബൈ. നോബഡി പോയി എന്തായി? എനിബഡി. കണ്ടോ, നോബഡി പോയി എന്താകണം? ആക്റ്റീവില് നോബഡി ആണെങ്കിൽ പാസീവില് എനിബഡി. കണ്ടോ, എനിബഡി. വീണ്ടും നോബഡി ആവർത്തിച്ചാൽ വീണ്ടും ഒരു നോട്ട് വന്നില്ലേ. ഇവിടെ ഒരു നോട്ട് ഓൾറെഡി വന്നു, വീണ്ടും ഇവിടെ നോബഡി എന്ന് കൊടുക്കാൻ പാടില്ല. ഇവിടെ നോബഡി വന്നില്ലേ. കണ്ടോ, ഈ നോബഡി വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ 3 ഓപ്ഷനും എളുപ്പത്തിൽ മാറ്റാം. പിന്നെ കണ്ണും ചിമ്മിട്ട് നമുക്ക് ഇടയിൽ എത്താനായിട്ട് പറ്റും. അടുത്തത് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മീനിങ് ഓഫ് ദി വേർഡ് കാറ്റെ ബ്ലാൻഷെ. കാറ്റെ ബ്ലാൻഷെന്റെ മീനിങ് എന്താണ്? കാറ്റെ ബ്ലാൻഷെ പറഞ്ഞാൽ ഒരു അധികാരപത്രം, അനിയന്ത്രിതമായ അധികാരം. അതായത് ഇപ്പൊ എനിക്ക് നല്ല അധികാരമുണ്ട്, അതിന് ഒരു നിയന്ത്രണവുമില്ല, എനിക്ക് എന്റെ ഇഷ്ടപ്രകാരമുള്ള എനിക്ക് അധികാരങ്ങൾ ഉണ്ട്. അങ്ങനെ അനിയന്ത്രിത അധികാരം അല്ലെങ്കിൽ അധികാര പത്രം എന്ന അർത്ഥത്തിൽ വരുന്നത് ഇതിൽ ഏതാണ്? അൺലിമിറ്റഡ് അതോറിറ്റി അല്ലെ. കാറ്റെ ബ്ലാൻഷിന്റെ മീനിങ് അനിയന്ത്രിത അധികാരമാണ് അല്ലെ. നിയന്ത്രണം ആർക്കും എനിക്കില്ല, മൊത്തം എനിക്ക് അധികാരമാണ്. അപ്പൊ അൺലിമിറ്റഡ് അതോറിറ്റി. കണ്ടോ, അൺലിമിറ്റഡ് ആണ് കേട്ടോ. അൺലിമിറ്റഡ് അതോറിറ്റി ആണ് മീനിങ് വരുന്നത് കേട്ടോ, കാറ്റെ ബ്ലാൻഷെ. ഓക്കെ ആണോ? അപ്പോ ഒബ്നോഷ്യസിന്റെ ആന്റോണിയം എന്താണ് മക്കളെ? ഒബ്നോഷ്യസ് മ്ലേച്ഛമായ അല്ലെങ്കിൽ അസഹനീയമായ എന്നതാണ് അർത്ഥം. അതിന്റെ ഓപ്പോസിറ്റ് പ്ലസന്റ് ആണ്. പിന്നെ പാസീവ് ഫോമിൽ നോബഡി വന്ന്, ആക്റ്റീവ് വോയിസിൽ നോബഡി, നത്തിങ്, നോ വൺ അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പാസീവ് വോയിസിൽ ആ വേർഡ് തന്നെ വീണ്ടും ആവർത്തിക്കരുത്. നോട്ട് വെച്ചിട്ടായിരിക്കണം അതിനെ എഴുതേണ്ടത്. അതൊന്ന് അവിടെ മനസ്സിലാക്കുക. കാറ്റെ ബ്ലാൻഷിന്റെ മീനിങ് അൺലിമിറ്റഡ് ആണ് കേട്ടോ, അൺലിമിറ്റഡ് അതോറിറ്റി.
നമുക്ക് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു 5 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം കേട്ടോ. ഇതിൽ മലയാളം ഇല്ല കേട്ടോ. ഇതില് ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം ഇല്ല. നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കാം. വൺ ഹൂസ് ഇൻട്രസ്റ്റ് ആർ ഡിറക്റ്റഡ് ഔട്ട്വേർഡ്. എന്താണ്? എക്സ്ട്രോവേർട്ട്. എന്താണ്? എക്സ്ട്രോവേർട്ട്. വൺ ഹൂസ് ഇൻട്രസ്റ്റ് ആർ ഡിറക്റ്റഡ് ഔട്ട്വേർഡ്. ഔട്ട്വേർഡ് എക്സ്ട്രോവേർട്ട്. അടുത്ത വൺ ഹൂ ബിലീവ്സ് ഇംപ്ലിസിറ്റി ഇൻ ഫേറ്റ്. എന്താണ്? ഫെറ്റാലിസ്റ്റ്. വൺ ഹൂ ബിലീവ്സ് ഇംപ്ലിസിറ്റി ഇൻ ഫേറ്റ്. FAT അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യട്ടോ. FAT പറയുമ്പോൾ FAT കണ്ടോ, ഫെറ്റാലിസ്റ്റ് എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. നമുക്കൊരു മാർക്കാണ് വേണ്ടത്. വൺ ഹൂ ചാമ്പ്യൻസ് ദി കോസ് ഓഫ് വുമൺ. ഫെമിനിസ്റ്റ്. വൺ ഹൂ ചാമ്പ്യൻസ് ദി കോസ് ഓഫ് വുമൺ. എന്താണ്? ഫെമിനിസ്റ്റ്. വൺ ഹൂ ഡിസീവ്സ് അതേഴ്സ്. എന്താണ്? ഫ്രോഡ്. വൺ ഹൂ ഡിസീവ്സ് അതേഴ്സ്. ഫ്രോഡ്. One who runs away from justice or law. എന്താണ്? fugitive. One who runs away from justice or law. fugitive. ഓക്കെ ആണോ? അപ്പൊ ഈ 5 എണ്ണം നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? 34ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്യാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കണം. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകാം കേട്ടോ. നിങ്ങളുടെ കമന്റ് നല്ല രീതിയിൽ ഊർജ്ജമാണ്. നമ്മൾ എത്ര ഡൗൺ ആയിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിലും നമുക്ക് ഒരു ക്ലാസ് ഇടാനുള്ള ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളുടെ കമന്റും ലൈക്കും ഒക്കെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.